നമസ്കാരം. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു പ്രഭാതമായിരുന്നു ഇന്ന്. ധർമ്മടം MLAയും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും മരുമകൻ്റെ കോഴിക്കോട് കോട്ടൂളിയിലുള്ള വീട്ടിലും ധർമ്മടത്തെ പിണറായി വിജയൻ്റെ വീട്ടിലുമൊക്കെ ED റെയ്ഡ് നടത്തുകയാണ്. ഉറക്കമണീറ്റ് കണ്ണും തിരുമ്മി വന്നപ്പോൾ തന്നെ കണ്ടത് ED ഉദ്യോഗസ്ഥർ വീട് വളഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. ആ ഞെട്ടലിൽ നിന്ന് മുക്തനാകാനുള്ള സമയം എന്തായാലും പിണറായി വിജയന് കിട്ടിയിട്ടുണ്ടാകില്ല. ഇതിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന മറ്റൊരു കാര്യം, പിണറായി വിജയൻ്റെ മകൾ വീണ, ഈ വീണയാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. വീണയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന എക്സാലോജിക് എന്ന തട്ടിക്കൂട്ട് കമ്പനി, ആ തട്ടിക്കൂട്ട് കമ്പനിയാണ് CMRL നിന്ന് കൈക്കൂലി വാങ്ങിയത്, കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയത്. അത് സേവനത്തിൻ്റെ ഫലമായിട്ടാണ്, സേവനത്തിന് വേണ്ടിയാണ് വാങ്ങിയതെന്നാണ് അന്ന് പിണറായി വിജയൻ ന്യായീകരിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നിയമസഭയിൽ നിന്ന് മാത്യു കുഴൽനാടൻ്റെ ചോദ്യത്തിനു മറുപടിയായി വികാരാധീനനായി എഴുന്നേറ്റ് നിന്ന് നല്ലൊരു അഭിനയം കാഴ്ചവെച്ച ഇതാ ഈ കൈകൾ ശുദ്ധമാണ്, മകളെക്കുറിച്ച് പറഞ്ഞാൽ അങ്ങ് തകർന്നു പോകുമെന്നാണോ വിചാരം എന്നൊക്കെ പറഞ്ഞ് ആർത്തട്ടഹസിച്ച ഒരു പിണറായി വിജയനെ നമ്മളൊക്കെ അന്ന് കണ്ടതാണ്. ആ പിണറായി വിജയൻ ഇന്ന് കീറക്കടലാസിൻ്റെ വില പോലുമില്ലാതെ ചുരുണ്ടുകൂടി EDയുടെ ചോദ്യമുനയിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കേരളം കാണുന്നത്. ഇന്ന് വീണയെ ED ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ളവരെ ഈ സർക്കാരിനെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ കള്ളക്കേസെടുത്ത് 19 ദിവസം ജയിലിലടച്ചതാണ്. മനുഷ്യത്വമുള്ള കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളതുകൊണ്ട് കൂടുതൽ കേസിൽ പെടുകയോ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയോ ദേഹോപദ്രവം ഏൽക്കുകയോ ഒന്നും ചെയ്യേണ്ടി വന്നില്ല എന്നുള്ളതാണ്. ഈ പിണറായി വിജയൻ്റെ ഓഫീസ് അന്ന് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോഴൊക്കെ, പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളപ്പോഴൊക്കെ ഞങ്ങളുടെ പ്രവൃത്തികൾ, ഞങ്ങളവിടെ എന്തു ചെയ്യുന്നു, ഞങ്ങളെ വിലങ്ങ് വയ്ക്കുന്നത്, ഞങ്ങളെ ലോക്കപ്പിൽ ഇടണം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്ന് കോളുകൾ വരികയാണ്. അന്നുള്ളതിന് ഞങ്ങൾ ദൃക്സാക്ഷികളാണ്. ആ ഫോട്ടോകൾ, ഞങ്ങളെ കൈവിലങ്ങ് വെച്ചിരിക്കുന്ന ഫോട്ടോ, ഞങ്ങളെ ലോക്കപ്പിലിട്ടിരിക്കുന്ന ഫോട്ടോ, ഇതെല്ലാം എടുത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുക്കണമെന്നുള്ള നിർദ്ദേശം വരുന്നതിനും ഞങ്ങൾ ദൃക്സാക്ഷികളാണ്. ഇനി ഞാൻ മാത്രമല്ല, രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പിണറായി വിജയൻ്റെ ഗൺമാനും അംഗരക്ഷകനും ഒക്കെ കൂടി നടത്തിയ ഒരു നരനായാട്ട് AD തോമസിനെയും അജയ് ജൂവൽ കുര്യാക്കോസിനെയും തല്ലിച്ചതച്ചത്, അതിൻ്റെ ഫലം എന്തായാലും കിട്ടി. അവരുടെയൊക്കെ അമ്മമാരുടെ കണ്ണുനീർ, അവരുടെയൊക്കെ അച്ഛന്മാരുടെ കണ്ണുനീർ, ഇതൊക്കെ ഫലം കാണും എന്നുറപ്പാണ്. ഇതിൻ്റെയൊക്കെ കർമ്മഫലങ്ങൾ എന്തായാലും പിണറായി വിജയനും മകൾക്കും കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. പിണറായി വിജയൻ കേരളത്തിൻ്റെ പൊതു ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെലവാക്കി വിദേശ ധൂർത്തുകൾ നടത്തി നിക്ഷേപം കൊണ്ടുവരാനെന്ന പേരിലായിരുന്നു ഈ ധൂർത്തുകളൊക്കെ. ആ യാത്രകളിലൊക്കെ പിണറായി വിജയൻ്റെ ഭാര്യയും മകളും ചെറുമകനും ഉണ്ടായിരുന്നു. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ്. പെൻഷൻ കിട്ടാത്ത, ക്ഷേമ പെൻഷൻ കിട്ടാത്ത, തൊഴിലാളി ക്ഷേമ പെൻഷൻ കിട്ടാത്തവരൊക്കെ തലയിൽ കൈവച്ചു പ്രാകിയതാണ് മുടിഞ്ഞു പോകണേ എന്ന്. ആ മുടിഞ്ഞു പോക്കാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്, പക്ഷേ അനുഭവിച്ചവർക്ക് അതിൻ്റെ വേദന അറിയാവൂ. ഇവിടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, EK നായനാർ ഉണ്ടായിരുന്നു, K കരുണാകരൻ ഉണ്ടായിരുന്നു, AK ആൻ്റണി ഉണ്ടായിരുന്നു, BS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു എൻ്റെ അറിവായതിനു ശേഷം. അതിനു മുമ്പൊക്കെ R ശങ്കറും അച്യുതമേനോനും ഉൾപ്പെടെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഈ മുഖ്യമന്ത്രിമാരൊക്കെ എന്ത് നല്ല മനുഷ്യത്വമുള്ളവരായിരുന്നു. അവരൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ നമുക്ക് ഒരു സെക്രട്ടേറിയറ്റിലേക്ക് പോയി അവർ നേരിൽ കണ്ട് പരാതി കൊടുക്കാം. എന്തെല്ലാം തരത്തിലുള്ള ഉപകാരങ്ങൾ, നല്ല പ്രവൃത്തികളൊക്കെ ആ മുഖ്യമന്ത്രിമാർ ചെയ്തു. അവരെയൊന്നും എന്തുകൊണ്ടാണ് ആരും ഇത്രയധികം അസഭ്യം പറയാത്തത്, അല്ലെങ്കിൽ ഇത്രയും രൂക്ഷമായി വിമർശിക്കാത്തത്? സമൂഹ മാധ്യമങ്ങളിലൊക്കെ പിണറായി വിജയന് കിട്ടുന്ന തെറിയ വിഷയം എന്ന് പറഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ. അത്തരത്തിലുള്ള തെറിയ വിഷയമാണ് പിണറായി വിജയന് കിട്ടുന്നത്. എന്തുകൊണ്ടാണ് അയാളെ ഇത്രയധികം ജനങ്ങൾ വെറുക്കുന്നത്? അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. എന്തായാലും ഒരുപാട് പേരെ ഇത്തരത്തിൽ, ജിഷ്ണു പ്രണോയ്, അവൻ SFI കാരനായിരുന്നു, പിണറായി വിജയൻ്റെ ആരാധകനായിരുന്നു. അവൻ്റെ മരണശേഷം അവൻ്റെ അമ്മ DGPയെ കാണാൻ വന്നപ്പോൾ അവരെ റോഡിലിട്ട് വലിച്ചിഴച്ചത് നമ്മളാരും മറന്നിട്ടില്ല. JS സിദ്ധാർത്ഥൻ, വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ SFI പ്രവർത്തകർ റാഗ് ചെയ്ത് കൊലപ്പെടുത്തിയ JS സിദ്ധാർത്ഥൻ, ആ JS സിദ്ധാർത്ഥൻ്റെ കൊലയാളികളെ രക്ഷിച്ചതും പിണറായി വിജയൻ്റെ സർക്കാരാണ്. ആകാശ് ശ്രീലങ്കേരി ഉൾപ്പെടെയുള്ള CPM ക്രിമിനലുകൾ, DYFI ക്രിമിനലുകൾ വെട്ടിനുറുക്കിക്കൊന്ന ഷുഹൈബിൻ്റെ വധക്കേസ്, അത് CBI അന്വേഷണത്തിന് വിടാതിരിക്കാൻ പിണറായി വിജയൻ പൊതുഖജനാവിൽ നിന്ന് ചെലവാക്കിയത് കോടികളാണ്. അയാളുടെ ഉമ്മയുടെയും അയാളുടെ ഉപ്പയുടെയും ഒക്കെ ശാപം, കൂടപ്പിറപ്പുകളുടെ ശാപം, പ്രാക്ക്, അതൊക്കെയാണ് ഇപ്പോൾ ഫലിക്കുന്നത്. കൃപേഷും ശരത്ലാലും, CPM കൊലയാളികൾ വെട്ടിനുറുക്കിക്കൊന്ന കൃപേഷും ശരത്ലാലും, അവരുടെ അന്വേഷണം, ആ കേസിൻ്റെ അന്വേഷണം CBIക്ക് വിടാതിരിക്കാനായി 1,20,00,000-ലധികം രൂപയാണ് പിണറായി വിജയൻ്റെ സർക്കാർ പൊതുഖജനാവിൽ നിന്ന് ചിലവാക്കിയത്. അവരുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ കണ്ണുനീര്, അതൊക്കെ പിണറായി വിജയനെയും മകളെയും ഉരുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും മകളെ ED ചോദ്യം ചെയ്യുമ്പോൾ പിണറായി വിജയൻ എന്നുള്ള അച്ഛൻ, അതായത് മകളെ അമിതമായി സ്നേഹിക്കുന്ന ഒരു അച്ഛനുണ്ടല്ലോ, ഒരു അച്ഛൻ, അയാളുടെ മനസ്സ് എന്തുമാത്രം നീറും, എന്തുമാത്രം പൊള്ളും. എൻ്റെ മകൾ ഇനി
ജയിലിലേക്ക് പോകുമോ, അറസ്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു ആശങ്ക, അതാണ് അയാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്നുള്ളതാണ്. എന്തായാലും കർമ്മഫലം പിണറായി വിജയൻ അനുഭവിച്ചേ മതിയാകൂ.